നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെൽനോ സ്പാട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന SR ധന്യ പോലീസ് പിടിയിലായിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാലാണ് ധന്യ കാസർഗോഡ് വെച്ച് പോലീസ് പിടിയിലായതെന്നും അടക്കമുള്ള വാർത്തകളാണ് ഇന്നലെ വൈകിട്ട് മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66 റോഡിന് നടുവിലായി വാഹനം നിർത്തിയിടുകയായിരുന്ന ധന്യ ഇത് ശ്രദ്ധയിൽപ്പെട്ട് പോലീസ് അടുത്തേക്ക് എത്തിയപ്പോഴും ധന്യ കാറ് നിർത്താതെ വേഗത്തിൽ ഓടിച്ചു പോയി എന്നാണ് പുറത്തുവരുന്ന വാർത്ത. അണങ്കൂരിൽ വെച്ച് പോലീസ് കൈ കാണിച്ചിട്ടും ഇവർ നിർത്തിയില്ലെന്നും തുടർന്ന് പോലീസ് സംഘം ഈ കാറിനെ പിന്തുടർന്നു. ഒടുവിൽ അണങ്കൂരിൽ വെച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള ബന്ദിയോട് ഭഗവതി നഗറിൽ പോലീസ് ധന്യയെയും കാറിനെയും വളഞ്ഞ് പിടികൂടുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ധന്യ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണെന്ന് വ്യക്തമായി. FIRൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. മദ്യപിച്ച് അപകടകരമായി വണ്ടി ഓടിച്ചതിന് പിഴ ഈടാക്കിയ ശേഷം ധന്യയെ വിട്ടയച്ചെന്നുമാണ് വിവരം. സംഭവത്തിൽ ധന്യയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനങ്ങളാണ് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് ധന്യ. ചിലർക്കൊക്കെ മോശം ഭാഷയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അടുത്ത കാലത്തായി ധന്യയ്ക്ക് നേരെ വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇതിലെ സത്യാവസ്ഥ എന്താണ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ധന്യ തന്നെ. തന്റേത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ ഒരു പെറ്റി കേസ് മാത്രമാണെന്നും അറസ്റ്റിലാവുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്നും ധന്യ പറയുന്നുണ്ട്. ധന്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ ഭഗവാനെ, ആരെല്ലാം കൂടി എന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിക്കലാണ്. ഹെൽനോ സ്പാട്ട പോലീസ് സ്റ്റേഷനിൽ സെൻട്രൽ ജയിലിൽ എന്നൊക്കെ തൂക്കിക്കൊന്നു എന്നെല്ലാമാണ് പറച്ചില്. പക്ഷെ ഞാൻ എന്റെ കാറിൽ കുത്തിയിരിക്കുന്നുണ്ട്. പാവം എന്റെ അമ്മ, നിങ്ങൾ എന്റെ അമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ജയിലിലല്ല, ഞാൻ ഒളിവിലാണ്, എന്റെ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് എന്നൊക്കെ നിങ്ങൾ വാർത്തയിൽ കണ്ടു കാണും. എന്റെ വാഹനത്തിൽ നിന്നും MDMA കിട്ടി എന്നൊക്കെ ചിലർ പറയുന്നുമുണ്ട്. ആദ്യം തന്നെ പറയാം, എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഒരു പരിപാടിയുടെ ഇടയിൽ വെച്ച് ഒരു ബിയർ കഴിച്ചു. മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു. അത് എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് തന്നെയാണ്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. വണ്ടി നിർത്താതിരുന്നത് എന്നെ അറിയുന്ന ആൾക്കാരുണ്ട്. അതൊരു പ്രശ്നമാക്കേണ്ട, അതൊരു വീഡിയോയിൽ വരേണ്ട എന്ന് കരുതിയാണ് നിർത്താതെ പോയത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറയുന്നത് പോലെ വീഡിയോക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ഫേമസ് ആയി മാറിയിരിക്കുകയാണ്. ശേഷം എന്റെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി. പോലീസ് മദ്യപിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പെറ്റി അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതിനാൽ ഊതുന്ന യന്ത്രത്തിലൂടെ ഊതി. ശേഷം കോടതിയിൽ പെറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞു. മദ്യപിച്ച് വാഹനം ഓടിച്ച് എന്തെങ്കിലും സംഭവിച്ച ശേഷം ഖേദിച്ചിട്ട് കാര്യമില്ല. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് എനിക്ക് പറഞ്ഞു തന്നു. ശേഷം അവർ പോയി. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത് കൊണ്ട് എന്റെ വണ്ടി ചെക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞു. സ്ഥിരമായി ബിയർ അടിക്കുന്ന ആളല്ല ഞാൻ. സംഭവം കഴിഞ്ഞിട്ട് 2 ദിവസമായി. പക്ഷെ വാർത്തയായത് ഇപ്പോഴാണെന്ന് മാത്രം. കോമണായി മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന പെറ്റി തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. മദ്യം പ്രമോട്ട് ചെയ്യുകയോ മദ്യം കഴിക്കാൻ ആരെങ്കിലും ഞാൻ ഇതുവരെയും പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളുമല്ല ഞാൻ. പലരും ഞാൻ മദ്യമല്ല ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് കമന്റ് ബോക്സിൽ പറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ആശുപത്രിയിൽ പോയി ടെസ്റ്റിന് വിധേയയായിട്ടുണ്ട്. ആൽക്കഹോൾ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും പരിശോധിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ അയ്യപ്പ ബൈജു അല്ല ഞാൻ. അതുപോലെ തന്നെ DYSP ഓഫീസിൽ പോയി ഞാൻ അന്വേഷിക്കുകയും ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചത് വാർത്തയാവില്ലെന്ന് അവിടെ നിന്ന് ലഭിച്ച വിവരം. പക്ഷേ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായും വാർത്ത വരുമെന്നും അവർ പറഞ്ഞിരുന്നു. അതൊന്നും ഞാൻ ആവർത്തിക്കില്ലെന്നും ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ മാപ്പറുകളോട് പറയാനുള്ളത്, നിങ്ങൾ എന്റെ വാർത്ത കൊടുത്തപ്പോൾ വെച്ച ഫോട്ടോകളെല്ലാം അടിപൊളിയായിരുന്നു എന്നുമൊക്കെയാണ് ധന്യ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, അങ്ങനെ പറയരുത് എന്നും ധന്യ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രാൻസ്ജെൻഡറായ ജാസിയും. ജാസിക്കെതിരെ രൂക്ഷ ഭാഷയിൽ നിരന്തരം വീഡിയോകൾ ചെയ്യുന്ന ആളാണ് ധന്യ. എന്നാൽ താൻ ആ രീതിയിൽ പ്രതികരിക്കുന്നില്ലെന്നാണ് ജാസി പറയുന്നത്. ജാസിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഹെൽനോ സ്പാട്ട മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായെന്ന് നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും കേട്ടു. ഇതിനു പിറകിലെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ധന്യയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഈ കുട്ടി എന്നെ ഇപ്പോൾ വലിച്ചു കീറി എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ് പൊങ്കാലയിട്ടേനെ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ട് പക്ഷെ ഇതുപോലുള്ള തെറികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കുള്ളതാണ്.
നീ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം. കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ട് മോളെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ എന്നെ പറയുന്നത് പോലെ ഒരുപാട് അട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ റീച്ചിനോ ഫോളോവേഴ്സിനോ കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ജാസി പറയുന്നുണ്ട്. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധത്തെക്കുറിച്ച്. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, അപ്പോൾ നിങ്ങൾ പാച്ചപ്പായോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയുടെ കൂടെ ഒരു വീഡിയോ പോലും ഇടാത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട്. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ ആരും വരരുതെന്നും ജാസി പറയുന്നുണ്ട്. എന്റെ ശത്രുവിനെ ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ എന്നുമായിരുന്നു ജാസി പറഞ്ഞത്. സത്യമേ ജയിക്കുകയുള്ളൂ, ധർമ്മം വിജയിക്കില്ല, സത്യമേവ ജയതേ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നുമായിരുന്നു ജാസിയുടെ വാക്കുകൾ. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റ് ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ധന്യക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്നുമായിരുന്നു എനിക്ക് പറയാനുള്ളൂ എന്നുമായിരുന്നു ജാസിയുടെ വാക്കുകൾ. എന്നാൽ ജാസിയുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെ പുതിയ വീഡിയോയുമായി ഹെൽനോസ് പാട്ടയും രംഗത്തെത്തിയിട്ടുണ്ട്. പതിവ് ശൈലിയിൽ ജാസിയെ പരിഹസിച്ചുകൊണ്ടാണ് വീഡിയോ. പൊന്നു സഖിയെ, വീഡിയോ വന്നിരുന്നു, ഞാൻ വെല്ലുവിളിക്കുകയാണ്. 5 ദിവസം കഴിയുമ്പോൾ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഇടും. നിങ്ങളും ടെസ്റ്റ് ചെയ്യണം, ഡ്രഗ് ടെസ്റ്റ്. ഖുറാൻ വെച്ച് സത്യം ചെയ്യാൻ പറ്റുമോ? പൊന്നു സഖി, ആരാണ് ഈ പറയുന്നേ എന്നായിരുന്നു ധന്യ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്.